നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര ഗ്രാമപഞ്ചായത്തിൽ പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി BJP ചാലക്കുടി മണ്ഡലം കമ്മിറ്റി സൗത്ത് ജംഗ്ഷനിൽ സായാഹ്ന ധർണ നടത്തി. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി കലാസന്ധ്യ ഒരുക്കി. കൊരട്ടി വാളൂരിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പിന് മുൻവശത്തെ പറമ്പിൽ നിന്നും 3 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. ഡയപ്പറും നാപ്കിനും ഉയർത്തുന്ന മാലിന്യ പ്രശ്നങ്ങൾക്ക് ഉത്തരമായി കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ ഡയപ്പർ ഡിസ്ട്രോയർ യൂണിറ്റ് ആരംഭിക്കുന്നു. വാർത്തകൾ വിശദമായി. കൊടകര ഗ്രാമപഞ്ചായത്തിൽ പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്തിലെ കോൺഫറൻസ് ഹാളിൽ വെച്ച് കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് ബജറ്റ് അവതരിപ്പിച്ചു. 38,70,59,644 രൂപ വരവും 36,97,61,764 രൂപ ചെലവും 1,75,97,880 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ സമ്പൂർണ്ണ ഭവന നിർമ്മാണം, ആരോഗ്യ സാമൂഹ്യക്ഷേമം, പശ്ചാത്തല സൗകര്യ വികസനം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്കും ഊന്നൽ നൽകിയിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് 1,07,44,375 രൂപയും മൃഗസംരക്ഷണത്തിന് 11,17,000 രൂപയും, മത്സ്യമേഖലയ്ക്ക് 5 ലക്ഷം രൂപയും, ആരോഗ്യ മേഖലയ്ക്ക് 87,27,000 രൂപയും, വിദ്യാഭ്യാസ മേഖലയ്ക്ക് 23,70,000 രൂപയും, വനിതകൾക്ക് 2,34,000 രൂപയും, വയോജനങ്ങൾക്ക് 48 ലക്ഷം രൂപയും, കുട്ടികൾ, ഭിന്നശേഷി വിഭാഗങ്ങൾ എന്നിവർക്ക് 20,10,000 രൂപയും, അങ്കണവാടി പോഷകാഹാരത്തിന് 43,78,382 രൂപയും, മാലിന്യ ശുചിത്വ മേഖലകൾക്ക് 81,54,620 രൂപയും, റോഡ് മേഖലയ്ക്ക് 3,52,50,000 രൂപയും, കുടിവെള്ള വിതരണ പദ്ധതികൾക്കായി 30,12,045 രൂപയും, പാലിയേറ്റീവ് കെയർ പദ്ധതികൾക്ക് 10 ലക്ഷം രൂപയും, പാർപ്പിട മേഖലയ്ക്ക് 8,25,55,200 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ച ഭരണസമിതിയാണ് ബജറ്റിന് അംഗീകാരം നൽകിയത്. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ, സെക്രട്ടറി, നിർവഹണ ഉദ്യോഗസ്ഥർ, ഗ്രാമപഞ്ചായത്തിലെയും ഘടക സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. എന്നിവയെ പങ്കാളിയാക്കാൻ സാധിക്കും. ആരോഗ്യരംഗത്ത് വിഷരഹിതമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും രോഗാതുരത കുറയ്ക്കുമെന്ന വീക്ഷണമാണ് ബഡ്ജറ്റ് പിന്തുടരുന്നത്. ഹരിത കേരള മിഷൻ ലക്ഷ്യത്തിലേക്ക് നാം നീങ്ങുകയാണ്. പാർപ്പിട പ്രശ്നം പരിഹരിക്കാനുള്ള മഹായജ്ഞമാണ് സംസ്ഥാനത്ത് ലൈഫ് മിഷൻ ഏറ്റെടുത്തിട്ടുള്ളത്. കാർഷിക മേഖലയിലെ മറ്റു പ്രവർത്തനങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വകയിരുത്തലുകൾ വേറെയും നടത്തിയിട്ടുണ്ട്. നമുക്കതുപോലെ മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ നേട്ടങ്ങൾ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്, നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന മാർച്ച് മാസം അവസാനത്തോടുകൂടി കൊടകര ഗ്രാമപഞ്ചായത്തും മാലിന്യ സംസ്കരണം അപൂർണമായി നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത് എന്ന രീതിയിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് യോഗത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയ ആസൂത്രണ സമിതി അംഗങ്ങളെ യോഗത്തിൽ പങ്കെടുപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് ആസൂത്രണ സമിതിയിലെ കോൺഗ്രസ് അംഗം സദാശിവൻ കുറുവത്ത് ഇറങ്ങിപ്പോവുകയും പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകുകയും ചെയ്തു. ബജറ്റ് യോഗത്തിൽ എത്തിയവരോട് യോഗത്തിന് ശേഷം നടക്കുന്ന സദ്യയിൽ പങ്കെടുത്താൽ മതിയെന്ന് അധികൃതർ അറിയിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് സദാശിവൻ കുറുവത്ത് ഇറങ്ങിപ്പോയതും പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയതും. ഇന്ന് കൊടകര പഞ്ചായത്തിലെ ബഡ്ജറ്റ് മീറ്റിംഗ് ആയിരുന്നു. ആ ബഡ്ജറ്റ് മീറ്റിങ്ങിനോടനുബന്ധിച്ച് 3 ദിവസം മുമ്പ് ഞങ്ങളെ പഞ്ചായത്തിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥ ബഡ്ജറ്റ് മീറ്റിങ്ങിലേക്ക് എത്തണമെന്നും അതിൽ പങ്കെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഫോണിൽ ക്ഷണിക്കുകയുണ്ടായി. അതനുസരിച്ച് കൃത്യം 11 മണിക്ക് തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള മറ്റ് കുറച്ച്
ആസൂത്രണ സമിതി അംഗങ്ങൾ പഞ്ചായത്തിലെത്തി. കൊടകര ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡ് മെമ്പർ വന്ന് നമുക്ക് മുകളിലെ മീറ്റിംഗ് ഹാളിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാവരും മീറ്റിംഗ് ഹാളിലെത്തി. അപ്പോൾ തന്നെ വാതിൽക്കൽ നിന്നുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥ പറഞ്ഞു, നിങ്ങൾക്ക് ഈ മീറ്റിങ്ങിൽ ഇരിക്കാൻ പറ്റില്ല, നിങ്ങൾ മറ്റൊരു റൂമിലിരിക്കണം എന്ന് പറഞ്ഞു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ വസ്തുതകൾ എഴുതി പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു പരാതി സമർപ്പിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു. മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, നേതാക്കളായ MK ഷൈൻ, ബാബു കൊട്ടേക്കാട്ടുകാരൻ, വിനയൻ തോട്ടാപ്പള്ളി, VR രഞ്ജിത്ത്, കോടന നാരായണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. പേരാമ്പ്ര മാത്തള സിറ്റിയിൽ കിണറ്റിൽ വീണ കുറുക്കനെ വനപാലകരെത്തി രക്ഷപ്പെടുത്തി. മാത്തള സിറ്റി സ്വദേശി ചിതലൻ ചാക്കുണ്ണിയുടെ പറമ്പിലെ കിണറ്റിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കുറുക്കൻ വീണത്. സംഭവം അറിഞ്ഞ പഞ്ചായത്ത് അംഗം ജോയ് നെല്ലിശ്ശേരിയുടെ നേതൃത്വത്തിൽ വനപാലകരെ വിവരം അറിയിക്കുകയായിരുന്നു. ചാലക്കുടിയിൽ നിന്നുള്ള വനപാലകരെത്തി കുറുക്കനെ കിണറ്റിൽ നിന്നും രക്ഷപ്പെടുത്തുകയായിരുന്നു. ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി BJP ചാലക്കുടി മണ്ഡലം കമ്മിറ്റി സൗത്ത് ജംഗ്ഷനിൽ സായാഹ്ന ധർണ നടത്തി. കേരളത്തിലെ 26,000 വരുന്ന ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ച് നൽകണമെന്ന് BJP മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് ഘോഷ് സമരം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷ് കോടശ്ശേരി, സംസ്ഥാന സമിതി അംഗങ്ങളായ KS സുരേഷ്, KP ജോർജ്, മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് പിഷാരിക്കൽ, മണ്ഡലം ഭാരവാഹികളായ KU ദിനേശൻ, PK മുരളി, PT ജോസ്, സുഗു പാപ്പാരി, KS കുമാർ, മഞ്ജു ഗിരീഷ്, AK ഓമന എന്നിവർ പ്രസംഗിച്ചു. ആശാവർക്കർമാർക്ക് മിനിമം ഓണറേറിയം, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഫണ്ടും കൂടി കൂട്ടി 21,000 രൂപ ആശാവർക്കർമാർക്ക് കൊടുക്കുമെന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ആ അളവിൽ തന്നെ വാഗ്ദാനം ചെയ്തിട്ടുള്ള അംഗനവാടി ആശാവർക്കർമാർ, റിസോഴ്സ് അധ്യാപകർ, പാചക തൊഴിലാളികൾ, കുടുംബശ്രീ ജീവനക്കാർ തുടങ്ങിയ ആളുകൾക്ക് മിനിമം വേതനം 700 രൂപയാക്കുമെന്ന് പറഞ്ഞ് CPM-ന്റെ 2020 പ്രകടന പത്രികയിലെ 45 ഗണ്ടയെ കൃത്യമായി CPM മനക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് 3-ാം ദിവസമായ ബുധനാഴ്ച രാവിലെ പള്ളി ഉണർത്തൽ, നട തുറക്കൽ, ഗണപതി ഹോമം, രാവിലെ 6:30 മുതൽ എതിർത്ത് പൂജ, മുളപൂജ, നവകം, പഞ്ചഗവ്യം, അഭിഷേകം, ഉച്ചപൂജ, 9-ന് ശ്രീഭൂതബലി എന്നിവയുണ്ടായി. വൈകിട്ട് 6:30 നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, അത്താഴപ്പൂജ, വിളക്കിനെഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു. ഡയപ്പറും നാപ്കിനും ഉയർത്തുന്ന മാലിന്യ പ്രശ്നങ്ങൾക്ക് ഉത്തരമായി കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ ഡയപ്പർ ഡിസ്ട്രോയർ യൂണിറ്റ് ആരംഭിക്കുന്നു. 2024-25 വാർഷിക പദ്ധതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് സംയുക്ത പദ്ധതിയായി 24 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഡയപ്പർ ഡിസ്ട്രോയർ യന്ത്ര നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. പ്രസ്തുത പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനത്തെ 2ാമത്തെ പഞ്ചായത്താണ് കൊരട്ടി ഗ്രാമപഞ്ചായത്ത്. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനത്തിൽ എപ്പോഴും ജനങ്ങൾ ഉന്നയിക്കുന്ന മാലിന്യ പ്രശ്നമാണ് ഡയപ്പർ, നാപ്കിൻ ഡിസ്ട്രോയർ യന്ത്ര സ്ഥാപനത്തിലൂടെ സാധ്യമാകുന്നത്. കിടപ്പ് രോഗികളും പ്രായാധിക്യമുള്ള കുടുംബാംഗങ്ങളും ഉള്ള കുടുംബങ്ങളുടെ വലിയ പ്രശ്നങ്ങൾക്ക് ഈ സ്ഥാപനത്തിൻ്റെ വരവോടെ പരിഹാരം ആകുമെന്നാണ് പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അനുമതിയുള്ള റെയ്ഡ്കോ ആണ് നിർവഹണ ഏജൻസി. ചാലക്കുടി മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റികളിൽ നിന്നും ഉള്ള ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കി അവിടെ നിന്നും നേരിട്ട് ഹരിതകർമ്മസേന വഴി മാലിന്യം ശേഖരിക്കാനാണ് കൊരട്ടി പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് എന്ന് പ്രസിഡന്റ് PC ബിജു സൂചിപ്പിച്ചു. കൊരട്ടി പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള വാതക ശ്മശാനത്തിനോട് ചേർന്നാണ് പുതിയ ഡിസ്ട്രോയർ യന്ത്രം സ്ഥാപിക്കുന്നത്. പ്രസ്തുത യന്ത്രത്തിൻ്റെ 1 മണിക്കൂർ പ്രവർത്തനത്തിന് 2 കിലോ പാചകവാതകവും 1 HP വൈദ്യുതിയും വേണ്ടിവരും. യന്ത്രം ഉപയോഗിച്ച് 45 മിനിറ്റുകൾക്കുള്ളിൽ 60 ഡയപ്പർ നാപ്കിനുകൾ ആണ് നശിപ്പിക്കാൻ കഴിയുക. ഡയപ്പർ ഡിസ്ട്രോയർ യൂണിറ്റിൻ്റെ നിർമ്മാണോദ്ഘാടനം കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അധ്യക്ഷത വഹിച്ചു.
കൊരട്ടി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ്, നൈനു റിച്ചു, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത കെ എ, പഞ്ചായത്ത് അംഗങ്ങളായ പി എസ് സുമേഷ്, വർഗീസ് പയ്യപ്പള്ളി, പി ജി സത്യപാലൻ, ജിസി പോൾ, ഷിമ സുധിൻ, ജെയ്നി ജോഷി, എം ജെ ഫ്രാൻസിസ്, രമ്യ എം ആർ എന്നിവർ പ്രസംഗിച്ചു. ഒരു മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു നൽകാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ഏപ്രിൽ മാസത്തിന് നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ തുറന്ന് അതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ ഉദ്ദേശിച്ചാണ്. 15 ദിവസമാണ് പറഞ്ഞിട്ടുള്ളത്. വേണ്ട, നമുക്ക് 20-25 ദിവസം ആയിക്കോട്ടെ. പക്ഷേ നമുക്ക് ഏപ്രിൽ അവസാനം ഇത് നമുക്ക് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കാൻ കഴിയും. നമുക്ക് ഫീസ് വെച്ച് തന്നെ ചെയ്യാൻ കഴിയും. നമ്മൾ ഇതോടൊപ്പം തന്നെ നമ്മൾ വേറൊരു പദ്ധതി ഹരിതകർമ്മസേന വഴി സംയുക്തമായി മെഡിക്കൽ ഓഫീസറുടെ പദ്ധതിയും കൂടി നമ്മൾ പ്ലാൻ ചെയ്ത് തരും. അത് കിടപ്പ് രോഗികളായിട്ടുള്ളവരുടെ ടൈപ്പ് കളക്ട് ചെയ്ത് നമ്മൾ ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തിച്ച് സംസ്കരിക്കുക. അത് ഇമേജായിട്ട് തയ്യപ്പായിരുന്നു. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി കൊടകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി കലാസന്ധ്യ ഒരുക്കി. കുടുംബശ്രീ, ICDS, കൊടകര പ്രോജക്റ്റ് എന്നിവയുടെ സഹകരണത്തോടെയാണ് കലാസന്ധ്യ സംഘടിപ്പിച്ചത്. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര കുടുംബശ്രീ CDS ചെയർപേഴ്സൺ രാജേശ്വരി AR അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ സൗമ്യ ശ്രീനിവാസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഷിനി ജെയ്സൺ, പ്രനീല ഗിരീശൻ, ബിജി ഡേവിസ് എന്നിവർ സംസാരിച്ചു. അല്ലേ, എന്നും നമുക്ക് വനിതാ ദിനാണെങ്കിൽ എന്നും നമുക്ക് എപ്പോൾ അവസരം കിട്ടിയാലും നമുക്ക് സന്തോഷിക്കാം. ഇവിടെ ഞാൻ വിഷ്ണുവിനെ കുറിച്ച് പറയുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ആശാ വർക്കർ ജയശ്രീയുടെ മകനാണ് വിഷ്ണു. അപ്പോൾ ആ ഒരു സ്നേഹം കൂടി നമുക്ക് ഉണ്ട്. നമ്മുടെ ആശാ വർക്കറായിരുന്നു. കൊരട്ടി വാളൂരിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പിന് മുൻവശത്തെ പറമ്പിൽ നിന്നും 3 കഞ്ചാവ് ചെടികൾ ചാലക്കുടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഹരീഷ് CUവിന്റെ നേതൃത്വത്തിൽ കണ്ടെത്തി കേസെടുത്തു. അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന തൊഴിലാളികൾ വലിച്ചെറിഞ്ഞ വിത്തുകൾ മുളച്ചതാകാം കഞ്ചാവ് ചെടികൾ വളർന്നു വന്നതെന്ന് പ്രാഥമിക പരിശോധനയിൽ മനസ്സിലായതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു. പരിശോധനയിൽ കഞ്ചാവ് ചെടികൾക്ക് 1 മാസത്തെ വളർച്ചയുണ്ട്. സ്ഥലത്തെ താമസക്കാരായ അതിഥി തൊഴിലാളികളെ വിശദമായി ചോദ്യം ചെയ്താലേ കഞ്ചാവ് ചെടികളുടെ ഉറവിടത്തെക്കുറിച്ച് അറിയാൻ കഴിയുകയുള്ളൂ. കഞ്ചാവ് ചെടികൾ നിന്നിരുന്ന കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ സ്ഥലത്തെത്തിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയതിൽ നിലവിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. സ്ഥലത്തെ മറുനാടൻ തൊഴിലാളികളെ നിരീക്ഷിച്ച് പ്രതികളെ കണ്ടെത്തുമെന്ന് എക്സൈസ് അറിയിച്ചു. അന്വേഷണ സംഘത്തിൽ അഡീഷണൽ എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ പുത്തില്ലൻ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ PP ഷാജി, ജെയ്സൺ ജോസ്, CEO S രാകേഷ്, TR ശ്രീമോൻ, കാവ്യ, മുഹമ്മദ് ഷാൻ എന്നിവരുണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,290 രൂപ, പവന് 66,320 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര ഗ്രാമപഞ്ചായത്തിൽ പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി BJP ചാലക്കുടി മണ്ഡലം കമ്മിറ്റി സൗത്ത് ജംഗ്ഷനിൽ സായാഹ്ന ധർണ നടത്തി.
വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി കലാസന്ധ്യയൊരുക്കി. കൊരട്ടി വാളൂരിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പിന് മുൻവശത്തെ പറമ്പിൽ നിന്നും 3 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. ഡയപ്പറും നാപ്കിനും ഉയർത്തുന്ന മാലിന്യ പ്രശ്നങ്ങൾക്ക് ഉത്തരമായി കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ ഡയപ്പർ ഡിസ്ട്രോയർ യൂണിറ്റ് ആരംഭിക്കുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.